ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 79 രുക്മിണീ സ്വയംവരം ശ്ലോകം 9. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദനു രുക്മിണം ആഗതം ആഹവേ വധം ഉപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃത മദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. അർത്ഥം: തദനു രാജാക്കന്മാർ പരാജയപ്പെട്ട ശേഷം ആഹവേ യുദ്ധം ചെയ്യുന്നതിനായി ആഗതം വന്ന രുക്മിണം രുക്മിയെ വധം ഉപേക്ഷ്യ വേണ്ടെന്നു വച്ചു നിബധ്യ കെട്ടിയിട്ട് വിരൂപയൻ വിരൂപനാക്കിയിട്ട് ബലോക്തിഭി ബലരാമൻ്റെ വാക്കനുസരിച്ച് ഹൃദമദം അഹങ്കാരം ഇല്ലാത്തവനാക്കി പരിമുച്യ മോചിപ്പിച്ചിട്ട് കാന്തയ ഭാര്യയായ രമയാ സഹ ലക്ഷ്മിയോടുകൂടി, അതായത് രുക്മിണിയോടുകൂടി പുരം ദ്വാരകാപുരിയിലേക്ക് അവിടുന്ന് പോയി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തദനു ദ എന്നുള്ളത് ദയിൽത്തെ, രുക്മിണം ആഗതം ആഹവേ ചേർത്തിട്ടാണ് രുക്മിണമാഗതമാഹവേ. വധം ഉപേക്ഷ്യ വധം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വധമുപേക്ഷ്യ ചേർത്തിട്ട് ചൊല്ലുമ്പോൾ ക്ഷ്യ എന്നുള്ള അക്ഷരവും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിബധ്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിരൂപയൻ ഹൃദമദം ഹൃത എന്നുള്ള ത, മദം എന്നുള്ളത് ദ എന്നതയിലത്തെ, പരിമുച്യ ബലോക്തിഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം, അവിടെ വിസർഗമുണ്ട്. പുരം പുരമയാ രമയാ സഹ കാന്തയാ. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശുലസന്മുഖീം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നവ സമാഗമ ലജ്ജിത മാനസാം പ്രണയ കൗതുക ജൃംഭിത മന്മഥാം അരമയ ഖലു നാഥ യഥാസുഖം രഹസി താം ഹസിതാംശു ലസന്മുഖീം. അർത്ഥം: അഥ അതിനുശേഷം, നാഥ ഭഗവൻ, രഹസി ഏകാന്തതയിൽ, നവസമാഗമലജ്ജിത മാനസാം പുതിയ സമാഗമത്താൽ ലജ്ജയേറിയ മനസ്സോടു കൂടിയവളും, പ്രണയ കൗതുക ജൃംഭിത മന്മഥാം പ്രേമവും കൗതുകവും കൊണ്ട് വളർന്ന കാമവികാരത്തോടു കൂടിയവളും, ഹസിതാംശു ലസന്മുഖീം പുഞ്ചിരിയുടെ ശോഭയാൽ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവളുമായ താം ആ രുക്മിണിയെ യഥാസുഖം സുഖം വേണ്ടതുപോലെയാകത്തക്കവണ്ണം അരമയ ഖലു രമിപ്പിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകളിലെ അക്ഷരങ്ങൾ നോക്കാം, എങ്ങനെ ചൊല്ലാന്നും. നവ സമാഗമ ലജ്ജിത, ലജ്ജിത എന്നുള്ളത് 2 ജ എന്നാണ്. ലജ്ജിത മാനസാം നീട്ടിയിട്ട് മുർക്കം. പ്രണയ കൗതുക
ജൃംഭിത ജൃംഭിത ജൃം ആ അക്ഷരം എങ്ങനെ എഴുതിയിരിക്കണം എന്നൊന്ന് നോക്കിക്കോളൂ. ജൃംഭിത ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മന്മഥാം മന്മഥാം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം, നീട്ടിയിട്ട് മുറുക്കം. അരമയ അവിടെ വിസർഗം. ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നാഥ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. യഥാസുഖം ഇവിടെ അതേപോലെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സുഖം എന്നുള്ളതിൻ്റെ ഖ എന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രഹസി താം ഹസിതാം ശുലസൻ മുഖീം മുഖീം എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്, നീട്ടിയിട്ട് മുറുക്കം. നവസമാഗമലജ്ജിതമാനസാം പ്രണയകൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശുലസന്മുഖീം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.